ഈ ഹൂക്ക് കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നിയോ? ഇത് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവമേ ഇതേത് പണ്ട് അരക്കാലൻ്റെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇത് ക്രോഷയുടെ ഹൂക്ക് തന്നെയാണ്. എൻ്റെ ക്രാഫ്റ്റിൻ്റെ ചാനലിൽ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരാളിനോട് പറഞ്ഞു ഇത് നിറ്റിങ്ങിൻ്റെ ഹൂക്കാണെന്ന്. നിറ്റിങ്ങിൻ്റെ ഹൂക്ക് ഇങ്ങനെയല്ലല്ലോ, അറ്റം കൂർത്തിട്ടില്ലേ? എന്തായാലും ഞാൻ ഇത്ര നീളമുള്ള ഹൂക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് പറയണേ. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തതും അത്ര കേട്ടുകേൾവില്ലാത്തതുമായ ഒരു പുതിയ യാണ് പരിചയപ്പെടുത്താം. ഇതിന്റെ പേരെന്താണെന്ന് പറഞ്ഞതെന്ന് പരിചയപ്പെടുത്താനൊന്നും എനിക്കും അറിയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു നൈലോൺ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. കോട്ടൺ മെറ്റീരിയൽ അല്ല, നല്ല ഫ്ലെക്സിബിൾ ഒന്നും അല്ല, അത്യാവശ്യം നല്ല ടൈറ്റ് ആണ്. നമ്മുടെ ഈ പ്ലാസ്റ്റിക് കയറൊക്കെ ഇല്ലേ, അതേപോലെ ഇരിക്കും. നല്ല കട്ടിയാണ്. ചെറിയ ചെറിയ മൈക്രോ ക്രോഷ്യ ചെയ്യാൻ ഇതെന്തായാലും പറ്റും. ഇതിന് വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് തെലുങ്ക് ക്രോഷ്യ ചാനലുകളിൽ ഈ ഒരു മെറ്റീരിയൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് തെലുങ്കൊക്കെ അറിയാലേ എന്ന് പറഞ്ഞാൽ എനിക്ക് തെലുങ്ക് ഒട്ടും അറിയില്ല, ഒന്നും മനസ്സിലാവേയില്ല. നമുക്ക് സ്റ്റിച്ചസ് കണ്ടാൽ മനസ്സിലാകുമല്ലോ അതേത് സ്റ്റിച്ചാണെന്ന്. സോ അത് വെച്ചിട്ട് ഞാനങ്ങ് നോട്ട് ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. നോട്ട് ദ പോയിന്റ്. ആദ്യം തന്നെ പറഞ്ഞേക്കാം, കണ്ണിന് ചെറിയ പ്രശ്നമുള്ളവർ, കാഴ്ചയ്ക്ക് എന്തെങ്കിലും മങ്ങലുള്ളവർ, പിന്നെ ഓവറായിട്ട് സ്ട്രെയിൻ എടുത്താൽ തലവേദന എടുക്കുന്നവർ ദയവ് ചെയ്ത് ഈ മൈക്രോ ക്രോഷ്യ പരീക്ഷിക്കരുത്. കാരണം ഇതൊക്കെ അനുഭവിച്ചതുകൊണ്ട് പറയാണ്, നല്ല സ്ട്രെയിനും സ്ട്രെസ്സും ഉള്ള പരിപാടിയാണ്. ഒന്നും കാണാൻ പറ്റൂല. ഭയങ്കരമായിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ചസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് പഠിക്കണം, പഠിപ്പിച്ചു തരണം എന്നും പറഞ്ഞുകൊണ്ട് ആരും വരരുത്. എന്നെ കൊണ്ട് നിവൃത്തിയില്ല. കാരണം ഒന്നും എൻ്റെ ഫോണിൽ കാണാൻ പറ്റണില്ല. ഇതിന്റെ കളർ തന്നെ ഏറെക്കുറെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ് ഫോണിൽ കാണിക്കുന്നത്. പിന്നെയാണ് ഈ ചെറിയ സ്റ്റിച്ചസ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നോർമൽ ക്രോഷ്യ ഇല്ലേ അത് തന്നെയാണ്. പിന്നെ ആകെ ഒരു വ്യത്യാസം, ഇതിന് വലിപ്പം കുറഞ്ഞ യാണായിരിക്കും, പിന്നെ ചെറിയ ഒരു ഹൂക്കായിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളന്നേ. പിന്നെ ഇച്ചിരി ഹാർഡ് വർക്ക് കൂടുതൽ വേണം. കാരണം ഇത്രയും ചെറിയ സാധനം തയ്ച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ അത്രയും സ്ട്രെയിൻ ഒക്കെ ഉണ്ടാവും. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. എന്തായാലും കുറച്ചധികം അരി പെറുക്കിയിട്ടാണെങ്കിലും നമ്മൾ അടിപൊളി ഒരു തുളിപ്പ് ഫ്ലവർ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മൈക്രോ ക്രോഷ്യ ഓർണമെന്റ്സിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്തൊന്ന് കമന്റ് ചെയ്യണേ, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഉപകാരമാകും. കാരണം ഞാൻ ഇങ്ങനത്തെ ഓർണമെന്റ്സ് യൂസ് ചെയ്യാറില്ല, വെറുതെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ. എന്തായാലും നമ്മുടെ തുളിപ്പ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാൻ എംബ്രോയിഡറി ത്രെഡാണ് ഇതിൻ്റെ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്കിംഗ് കമൻറ്റും മറക്കണ്ട.